എല്ലാവർക്കും നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷമുള്ള എൻ്റെ ആദ്യത്തെ വീഡിയോ ആണിത്. എല്ലാവരും കാണുക, പ്രോത്സാഹിപ്പിക്കുക. എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇനി ഇടുന്ന വീഡിയോ എല്ലാവർക്കും ഒരു നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. ഞാൻ ഇന്ന് ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നതല്ല, നിങ്ങൾക്കൊക്കെ സുപരിചിതമായ ഒരു പെർഫ്യൂമാണ്. അഫ്നാൻ എന്ന ബ്രാൻഡിൻ്റെ ഒരു 3 കാറ്റഗറിയിൽപ്പെട്ട പെർഫ്യൂമാണ്. അഫ്നാൻ 9pm, അഫ്നാൻ എലിക്സർ, അഫ്നാൻ്റെ 9pm റെബൽ. ഈ പെർഫ്യൂംസ് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് അറൗണ്ട് 3 മാസത്തോളമായി. അപ്പോൾ ഞാൻ യൂസ് ചെയ്തതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് നിങ്ങളുമായിട്ട് ഞാൻ എൻ്റെ പെർഫ്യൂമിൻ്റെ ഒരു റിവ്യൂ ഷെയർ ചെയ്യുന്നത്. എനിക്കിതിൽ 3ലും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് തോന്നിയത് അഫ്നാൻ്റെ 9pm റെബലാണ് തീർച്ചയായിട്ടും. കാരണം എന്തെന്ന് വെച്ചാൽ, നിങ്ങളൊരു പഴുത്ത പൈനാപ്പിൾ കട്ട് ചെയ്താൽ കിട്ടുന്ന ഒരു ഫീലിംഗാണ് പെർഫ്യൂം നിങ്ങൾ അടിച്ചു കഴിഞ്ഞ് സ്നിഫ് ചെയ്താലുള്ള ഒരു ഫീലിംഗ്. മാത്രമല്ല ഒരുപാട് സ്ട്രോങ് അല്ല, പക്ഷെ ഒരു മൈൽഡ് പെർഫ്യൂമാണ്. നിങ്ങൾ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും മറ്റുള്ളവർക്കും യാതൊരുവിധ ഇറിറ്റേഷനും കാര്യങ്ങളൊന്നും ഉണ്ടാക്കാത്ത തരത്തിലുള്ളൊരു പെർഫ്യൂമാണത്. അതുമാത്രമല്ല, ലാസ്റ്റിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് അറൗണ്ട് 7 to 8 hours ലാസ്റ്റിംഗ് കിട്ടിയിട്ടുണ്ട്. പ്രൊജക്ഷൻ 2 to 3 hours കിട്ടിയിട്ടുമുണ്ട്. പിന്നെ ഇപ്പോൾ ഇറങ്ങിയ 9pm എലിക്സർ, അതുപോലെ തന്നെ 9pm രണ്ടും കുറച്ചൊരു സ്ട്രോങ് പെർഫ്യൂമാണ്. ഈ ഹെഡ് ഏക്കും മൈഗ്രെയിൻ ഇഷ്യൂ ഒക്കെ ഉള്ള ആൾക്കാർ യൂസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ഇറിറ്റേഷനായിട്ട് തോന്നാം. കാരണം അതിൽ കൂടുതൽ സ്പൈസി വുഡി നോട്ട് കയറി വരുന്നുണ്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. കാർഡമം നോട്ട്, സ്പൈസി വുഡി, അതൊരു ഫ്ലോറലും അല്ല ഫ്രൂട്ടിയും അല്ല, പക്ഷേ വുഡി നോട്ടും സ്പൈസി നോട്ടും കൂടുതലായിട്ട് കയറി വരുന്നുണ്ട്. ഒരു കാർഡമത്തിൻ്റെ ഒരു ഒരു കുത്തലില്ലേ, അത് സ്പ്രേ ചെയ്ത പാടെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. കുറച്ച് സ്ട്രോങ് ആണ് രണ്ട് പെർഫ്യൂംസും. അതേസമയം നിങ്ങൾ റെബൽ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു മൈൽഡ് പെർഫ്യൂമാണ്. ഫ്രൂട്ടി, ഒരു പൈനാപ്പിൾ ഫ്രൂട്ടി ടച്ചാണ്. തീർച്ചയായും നിങ്ങൾ ഈ പെർഫ്യൂം ട്രൈ ചെയ്യുക. നിങ്ങൾ യൂസ് ചെയ്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒപ്പീനിയൻ അറിയിക്കുക.